അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഇഫ്താറിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു 5:15 ആയിട്ടോ. പക്ഷേ എന്നാലും ഞാനൊരു 5 മിനിറ്റ് നിസ്കരിച്ച് കിടന്നിട്ടാണ് വന്നത്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പനിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പിന്നെ എല്ലാ റമദാനിലും എനിക്കൊരു പനി സുന്നത്താണ്. അത് ഇപ്രാവശ്യം നേരത്തെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പനിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പകുതി കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ആദ്യം ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി വെക്കാൻ വിചാരിച്ച്. കാരണം അഥവാ ബാങ്ക് കൊടുത്താലും നമുക്ക് ജ്യൂസ് കുടിക്കാമല്ലോ. അപ്പോൾ ജ്യൂസ് വേഗം അടിച്ച് വെക്കുകയാണ്. സ്ട്രോബെറി കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. സ്ട്രോബെറി ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക ജ്യൂസ് അടിക്കാനുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല തിക്കായിട്ട് വരും. അപ്പോഴേക്ക് പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അരി അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ സമൂസൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലാണ് കേട്ടോ. പോകുമ്പം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് വന്നപ്പോൾ വേഗം അത് പുറത്തെടുത്ത് വെച്ചൊന്ന് തണുപ്പ് വിട്ടാൽ പൊരിച്ചാൽ മതിയല്ലോ. പിന്നെ പൊടി കുഴക്കാനാണെങ്കിലും നമുക്ക് ബീറ്ററൊക്കെ ഉള്ളതിനെ കൊണ്ട് സമാധാനമാണ് കേട്ടോ. വയ്യാതെ വന്നതാണെങ്കിലും നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയുന്നുള്ളൊരു സമാധാനം അങ്ങനെ നമ്മൾ പൊടി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിക്കുള്ളതൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. തക്കാളി മാത്രമേ അരിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അപ്പോഴേക്ക് ചോറ് തിളച്ച് അത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെ ഫുള്ള് ബിസിയാണ് കേട്ടോ. പിന്നെ ഏതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാ അടുപ്പിലും അങ്ങോട്ട് റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കും. അങ്ങനെ സമൂസയുടെ അടുപ്പിൽ, പത്തിരിയുടെ അടുപ്പിൽ, കറിയുടെ അടുപ്പിൽ, അതിൻ്റെ കൂടെ പത്തിരി പരത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും ബാങ്കിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റാവും. അപ്പോൾ ആ സമൂസ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് പോയാലും പൊരിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് പോയാൽ സമാധാനമാണ്. അപ്പോൾ നമ്മുടെ സമൂസ മേക്കലുണ്ടാക്കിയ സമൂസയാണ് കേട്ടോ. ഒതൻറ്റിക് സ്റ്റൈലിൽ മടക്കി എടുത്തതൊന്നുമല്ല. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ തിരക്കിട്ട ഇപ്പോഴത്തെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഞാൻ ഏൽപ്പിച്ച് പോയതാട്ടോ. പക്ഷേ എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴേക്കും ടയേർഡായി. പക്ഷേ നമ്മൾ സൂപ്പർ വുമൺ ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. എനിക്ക് സ്നാക്സ് മാത്രം മതി. ഞാൻ നോമ്പ് പിടിക്കുന്നതേ സ്നാക്സ് കഴിക്കാനാണ്. പത്തിരിയോ കറിയോ ഫ്രൂട്ട്സോ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ സ്നാക്സ് നന്നായിട്ട് ഞാൻ കഴിക്കും. അങ്ങനെ അൽഹംദുലില്ലാ പനി പിടിച്ചിട്ടാണെങ്കിലും ഒന്നാമത്തെ നോമ്പ് റാഹത്തായി തന്നെ കഴിഞ്ഞു.